നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തുപറ്റി സർ? നോക്കട്ടെ. അതെ, താനിവിടെ ഇരിക്കേ. ഈ പോണ രൂപയ്ക്ക് നോക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കാനാ? ഉള്ളത് വെച്ച് നോക്കാം. എന്ത് പറ്റി സർ? അതെ, ബാറ്ററി കംപ്ലൈന്റ്. ഇവിടെ അടുത്തെങ്ങാനും വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇല്ല സർ. അപ്പൊ പിന്നെ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, താൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുക. ഞാൻ വണ്ടി ശരിയായിട്ട് അങ്ങോട്ട് വരാം. അതേലേ വണ്ടി ഇങ്ങനെ തള്ളി സ്റ്റാർട്ടാകണം. ഞാൻ തള്ളിയാ മതിയോ? ഇക്കാര്യത്തിലേ തന്റെ കോൺഫിഡൻസ് പരാജയപ്പെടും. തന്നെ കൊണ്ടൊന്ന് നടക്കില്ലടോ. താനേ ഇവിടെ നിൽക്കേ, ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. സർ, എന്നാ ഞാൻ പോവാം. എനിക്കിവിടെ എല്ലാരും പരിചയമുള്ളതല്ലേ. വണ്ടി തള്ളിക്കാൻ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട. ഇതൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ജീവിതത്തിൽ സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, നോക്കട്ടെ. പിന്നെ ഈ ഗ്ലോബൽ വില്ലേജ് പോയിട്ടുണ്ടോ? അതെന്തുവാ? അവിടെയല്ലേ പോകേണ്ടത്. ഓ, അങ്ങനെയാണോ? അവിടെ പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടും കാര്യമില്ല. ആണോ? ഈ 2008-09 കാലഘട്ടത്തിൽ ഞാൻ അവിടെ അതെ. ഹലോ, എന്താ? അതെ, എന്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് തള്ളിത്തരാവോ? വണ്ടി എവിടെ? കുറച്ച് അപ്പുറത്താ. അപ്പുറത്തോ? പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്റെ പെണ്ണിനെ കൊണ്ട് കറങ്ങിയിട്ട് എന്നെ കൊണ്ട് നിനക്ക് വണ്ടി തള്ളിക്കണം അല്ലേ? കാണിച്ചു തരാടാ. നമ്മുടെ നാട്ടിൽ വന്ന ഒരാള് സഹായം ചോദിച്ചാൽ അത് ചെയ്തല്ലേ പറ്റൂ. താങ്ക്സ് ചേട്ടാ. ആ കാശങ്ങ് കൊടുത്തേക്ക്. ശരി, പോവാം. അവിടെ താങ്ക്സ് ചേട്ടാ. എന്താ ചേട്ടന്റെ പേര്? ചേട്ടനോ? മാമാന്ന് വിളിക്കാതിരുന്ന ഭാഗ്യം. എന്താ? ഒന്നുമില്ല. അവിടെ അല്ല ഇത് അല്ല, ഈ മാസ്ക് ഒക്കെ എന്തിനാ? സഹായം ചോദിച്ചാൽ അത് ചെയ്തു തരും. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതാണ് വണ്ടി. പെണ്ണുങ്ങളെ കൊണ്ട് കറക്കമാണ് പണി അല്ലേ? ഇതേള. അല്ല, പെട്ടെന്ന് ശബ്ദത്തിന് എന്ത് പറ്റി? ശബ്ദത്തിന് പലതും വരും, അത് താൻ അന്വേഷിക്കണ്ട. ഓക്കെ ഓക്കെ, ഞാൻ വണ്ടി കയറാം. താനൊന്ന് തള്ളി തന്നാ മതി. എങ്ങനെ? ഞാൻ വണ്ടി കയറാം, താനൊന്ന് തള്ളി തന്നാ മതിയെന്നോ? അത് വേണ്ട, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും, താനൊന്ന് തള്ളി തന്നാ മതി. ഡ്രൈവിംഗ് അറിയോ? ഞാൻ ഇത് ഓടിക്കും, വേണമെങ്കിൽ ഹെലികോപ്റ്റർ ഓടിക്കും. മര്യാദക്ക് വണ്ടി തള്ളോ. അല്ല, കൊറോണ കാലമൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ഈ മാസ്ക് വെച്ചേക്കുന്നത്? ഞാൻ ചിലപ്പോ മാസ്ക് വെക്കും, മുഖം മുഴുവൻ മൂടിക്കെട്ടും. അതെന്റെ സൗകര്യം. എവിടുന്ന് കിട്ടിയാണ്? ഈ ഭാഗത്തൊന്നുള്ള ആളാന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് ആകാശത്ത് നിന്നും താഴെ വീണ് പൊട്ടിമുളച്ചതാ. വണ്ടി തള്ളുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് പോണം. അല്ല, താൻ കേറിയിരിക്കുക. മെനക്കെടുത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും.
സ്റ്റാർട്ട് ചെയ്തോ തള്ളങ്ങിട്ട് എന്റെ പെണ്ണിനെ കൊണ്ട് നീ കറങ്ങിയ വണ്ടിയല്ലേ, ഇനി ഈ വണ്ടി നീ ജീവിതത്തിൽ കാണില്ല. ആ അയ്യോ സർ, സർ ദേ വണ്ടി പോകുന്നു സർ. പോട്ടെ. സർ ഞാൻ പറഞ്ഞില്ലേ അയാൾ കള്ളനാന്ന്. സർ ദേ അയാൾ വണ്ടിയും കൊണ്ട് പോകുന്നു. കൊണ്ടുപോട്, ഒരു വണ്ടിയല്ലേ. സാർ എന്തായി പറയുന്നേ? സർ വേറൊരു വണ്ടി വിളിക്ക്, നമുക്ക് അയാളെ പോയി പിടിക്കണം. കൂൾ. ആ വണ്ടിയില്ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിക്ക് എന്നെ വിട്ട് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല. ലുക്ക്, ആ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സർ എന്തൊക്കെയാ പറയുന്നേ? ആ പെരുങ്കള്ളം വണ്ടി കൊണ്ട് ദൂരെ എത്തി. ഈ വണ്ടി ഞാൻ ഏതെങ്കിലും കൊക്കയിൽ കൊണ്ടുപോയി മറിക്കും. എന്റെ പെണ്ണിനെ തൊട്ട എന്താ അനുഭവം അവനറിയണോ? ഇത് കണ്ടോ, ഒരു ആപ്ലിക്കേഷൻ. ഏത് നമ്മൾ ഓൺ ചെയ്യുന്നു, എന്നിട്ട് എൻജിൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതാ ഈ സ്റ്റോപ്പ് എന്ന് കണ്ടോ, അവിടെ നമ്മൾ അമർത്തുന്നു. എന്നാ കൊടുക്ക സർ. കൊടുത്തോ. ഇതെന്ത് പറ്റി? സ്റ്റക്കായാലോ? വണ്ടി അവിടെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടോ? വാ നമുക്ക് നോക്കാം. ആളുകൾ ഓടിക്കൂടിയ വണ്ടിക്കള്ളൻ എന്ന പേര് കിട്ടും, നല്ല തല്ലും കിട്ടും. ഈ പണിയും പാളി. കൈ നോക്കി ലക്ഷണം പറയും, മുഖം നോക്കി ലക്ഷണം പറയും. അമ്മാ, ആരും കാണുന്നില്ലല്ലോ. കൈ നോക്കി ലക്ഷണം പറയും, മുഖം നോക്കി ലക്ഷണം പറയും. ദൈവമേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. മുത്തശ്ശി. അമ്മ വാങ്ങോ, മുഖലക്ഷണം പറയും, കൈ നോക്കി ലക്ഷണം പറയും.